ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചുരങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ്, അതായത് മലമ്പാതകളെക്കുറിച്ചുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. കേരളത്തിന് അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ സൗകര്യമുണ്ടാക്കി കൊടുത്ത സഹ്യപർവ്വതത്തിലെ ചില ചുരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 20 മൈൽ വീതിയുള്ള പാലക്കാട്ട് ചുരമാണ് ഇവയിൽ ഏറ്റവും വലിയ ചുരം. 20 മൈൽ വീതിയുള്ള പാലക്കാട്ട് ചുരമാണ് കേരളത്തിലെ ചുരങ്ങളിലെ ഏറ്റവും വലിയ ചുരം. ഈ ഒരു പിളർപ്പുണ്ടാക്കിയത് പ്രകൃതിയുടെ ഏത് ശക്തിയായാലും ശരി, അദൃശ്യമായ ഒരു മഹാപ്രളയം ആർത്തിരമ്പി വലത്തോട്ടും ഇടത്തോട്ടും അടിച്ചെറിഞ്ഞാലെന്ന പോലെ ഇവിടെ മലകൾ പിന്നോക്കം തെറിച്ച് കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഏതോ ഒരു പ്രതിഭാസം നടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ മലകളും കുന്നുകളും രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. രാക്ഷസീയ പ്രഭാവമാർന്ന നീലഗിരി മലകളും ആനമലകളും പശ്ചിമ പർവ്വത ശൃംഖലകളിൽ അനേകായിരം അടി നീളത്തിൽ ഇരുപാർശ്വങ്ങളിലും ഉയർന്നു നിൽക്കവേ ഈ പഴുതിലൂടെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് കോയമ്പത്തൂരിൻ്റെ ദാഹാർദ്രമായ സമതലങ്ങൾക്ക് കുളിർക്കാറ്റും മഴയും എത്തിക്കുന്നത് ഏത് വഴിയാണ്? ചുരങ്ങൾ വഴിയാണ്. അപ്പോൾ ഈ ചുരത്തിലൂടെ കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പശ്ചിമ പർവ്വത ശൃംഖലകളിൽ നമ്മുടെ നീലഗിരി മലയും ആനമലയും ഒക്കെ ഉൾപ്പെടുന്ന പശ്ചിമ പർവ്വത ശൃംഖലകളിൽ അനേകായിരം അടി നീളത്തിൽ ഇരുപാർശ്വങ്ങളിലും ധാരാളം പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴുതിലൂടെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് കോയമ്പത്തൂരിൻ്റെ ദാഹാർദ്രമായ സമതലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചുരങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ചുരത്തിലൂടെ റോഡും തീവണ്ടിപ്പാതയും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഉറവെടുക്കുന്ന ആയിരക്കണക്കിന് അരുവികൾ ഇതിലെ കടലിലേക്ക് ഒഴുകുന്നുണ്ട്. കിഴക്കും പടിഞ്ഞാറുമുള്ള സംസ്ഥാനങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതും ഈ പാതയിലൂടെയാണ്. അപ്പം മറ്റെങ്ങും ശൈഥില്യമില്ലാതെ 600 മൈൽ നീളത്തിൽ കിടക്കുന്ന ഒരു സമുന്നത പർവ്വത ദുർഗത്തിൽ ഇവിടെ മാത്രം കാണുന്ന ഈ വിടവിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് മറ്റ് പ്രദേശങ്ങളുമായിട്ട് കേരളത്തെ ബന്ധിപ്പിക്കാൻ സഹായിച്ചു. ഈ പാലക്കാട് ചുരത്തിന് പുറമെ കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരവും വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരവും പെരിയ ചുരവും ഉണ്ട്. അപ്പോൾ കേരളത്തിലുള്ള മറ്റ് ചുരങ്ങളാണ് ഏതൊക്കെ? കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം, വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരം, പെരിയ ചുരം എന്നിവ. അപ്പോൾ കേരളവും മൈസൂരും തമ്മിലുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വെളിയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് മാർഗമായി തീരുകയും ചെയ്തിട്ടുള്ളതും ഈ ചുരങ്ങൾ തന്നെയാണ്. അപ്പോൾ മധുര ജില്ലയിലെ ബോഡിനായ്ക്കന്നൂരുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുത്തുന്ന ബോഡിനായ്ക്കന്നൂർ പാത, അതുപോലെ പഴയ കാലത്ത് പാണ്ടിയും തൊടുപുഴയും തമ്മിൽ കച്ചവടം നടത്തിപ്പോന്ന കമ്പം പാത, തിരുനെൽവേലിയിലേക്കുള്ള ട്രങ്ക് റോഡ് കടന്നു പോകുന്ന ആര്യങ്കാവ് പാത, ഇവയാണ് തിരുവിതാംകൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട പാതകൾ എന്ന് പറയുന്നത്. ആലുവാമൊഴി പാതയാണ് മറ്റൊന്ന്. തിരുവനന്തപുരം തിരുനെൽവേലി റോഡ് ഇതുവഴി കടന്നു പോകുന്നുണ്ട്, ഈ ആലുവാമൊഴി പാത വഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പാതയിലൂടെയാണ് പഴയ കാലത്ത് പലപ്പോഴും തമിഴ്നാട്ട് രാജാക്കന്മാർ തെക്കൻ തിരുവിതാംകൂറിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആലുവാമൊഴി പാത ഇന്നത്തെ തിരുവിതാംകൂറിന് വെളിയിലാണെങ്കിലും അതിന് ദക്ഷിണ കേരളത്തിൻ്റെ സൈനിക ചരിത്രത്തിൽ ഗണ്യമായ പങ്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് മലമ്പാതകളെക്കുറിച്ച് അല്ലെങ്കിൽ ചുരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറഞ്ഞത് 20 മൈൽ വീതിയുള്ള നമ്മുടെ പാലക്കാട്ട് ചുരമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത നിരവധി പർവ്വതങ്ങളും മലകളും ഒക്കെ ഉള്ളതാണ് അല്ലേ. അതായത് നീലഗിരി മലയും ആനമലയും ഒക്കെ ഉൾപ്പെടുന്ന പശ്ചിമ പർവ്വത ശൃംഖലകളിൽ അനേകായിരം അടി ഉയരത്തിലുള്ള മലകളുണ്ട്, മറ്റു മലകളുണ്ട് അല്ലേ. അപ്പോൾ ഈ പഴുതിലൂടെ ഈ മലകൾക്കിടയിലൂടെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് കോയമ്പത്തൂരിൻ്റെ ദാഹാർദ്രമായ സമതലങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് ചുരങ്ങൾ ഒരു സഹായകമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുരത്തിലൂടെ തന്നെയാണ് റോഡും തീവണ്ടിപ്പാതയും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഉറവെടുക്കുന്ന ആയിരക്കണക്കിന് അരുവികൾ ഇതിലെ കടലിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ കിഴക്കും പടിഞ്ഞാറുമുള്ള സംസ്ഥാനങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതും ഈ പാത വഴിയായിരുന്നു. അങ്ങനെ 600 മൈൽ നീളത്തിൽ കിടക്കുന്ന ഒരു സമുന്നത പർവ്വത ദുർഗത്തിൽ ഇവിടെ മാത്രം കാണുന്ന ഈ ഒരു വിടവിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം
വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ കേരളത്തിന് സാധിച്ചിട്ടുള്ളത്. അപ്പം പാലക്കാട് ചുരത്തിന് പുറമെ കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരവും വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരവും പെരിയ ചുരവും ഉണ്ട്. അതുപോലെ കേരളവും മൈസൂരും, ഇതൊക്കെ കേരളവും മൈസൂരും തമ്മിലുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വെളിയിൽ നിന്നുള്ള ആക്രമണത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മധുര ജില്ലയിലെ ബോഡിനായ്ക്കന്നൂരുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുത്തുന്ന ബോഡിനായ്ക്കന്നൂർ പാത, പഴയ കാലത്ത് പാണ്ടിയും തൊടുപുഴയും തമ്മിൽ കച്ചവടം നടത്തിപ്പോകുന്ന കമ്പം പാത, തിരുനെൽവേലിയിലേക്കുള്ള ട്രങ്ക് റോഡ് കടന്നു പോകുന്ന ആര്യങ്കാവ് പാത, ഇവയാണ് തിരുവിതാംകൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട പാതകൾ എന്ന് പറഞ്ഞാൽ. ആലുവാമൊഴി പാതയാണ് മറ്റൊരു പാത. തിരുവനന്തപുരം തിരുനെൽവേലി റോഡ് ഇതുവഴി കടന്നു പോകുന്നു. അപ്പോൾ ഈ പാതയിലൂടെയാണ് പഴയ കാലത്ത് പലപ്പോഴും തമിഴ്നാട്ട് രാജാക്കന്മാർ തെക്കൻ തിരുവിതാംകൂർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആലുവാമൊഴി പാത ഇന്നത്തെ തിരുവിതാംകൂറിന് വെളിയിലാണെങ്കിലും അതിന് ദക്ഷിണ കേരളത്തിൻ്റെ സൈനിക ചരിത്രത്തിൽ ഗണ്യമായിട്ടുള്ള പങ്കുണ്ട്. ഇനി നമുക്ക് സമുദ്രത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.